അങ്ങനെ ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പ്രഭാസിന്റെ സ്പിരിറ്റ് എന്ന ചിത്രത്തിന്റെ ഒരു ഹൈപ്പിന്റെ പീക്ക് ലെവലിൽ നിൽക്കാൻ പോകുന്ന കുറെ അപ്ഡേറ്റുകളും കൂടെ അതിനെ കുറെ ഞെട്ടിപ്പിക്കുന്ന സർപ്രൈസിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റും ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഓരോരോ അപ്ഡേറ്റ് വൈസ് തന്നെ പറഞ്ഞു പോകാം. ആദ്യം തന്നെ സ്പിരിറ്റ് അർജുൻ റെഡ്ഡി ആനിമൽ പോലുള്ള സിനിമകളുടെയൊക്കെ സമയത്തുള്ള സന്ദീപ് റെഡ്ഡി വാങ്കയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. എനിക്ക് പേഴ്സണലി സന്ദീപ് റെഡ്ഡി വാങ്ക ചിത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം ഞാൻ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള സിനിമകളിൽ നിന്ന് ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ പുറത്തിറക്കിയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും ക്യാരക്ടറൈസേഷനും സ്റ്റോറി ടെല്ലിങ്ങും ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ആയാലും ഒരു ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു സന്ദീപ് റെഡ്ഡി വാങ്ക എന്ന ഒരു ഡയറക്ടറിന്റെ ഒരു സിഗ്നേച്ചർ പുള്ളിയുടെ പടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഇമോഷൻ സീൻസ് ആയാലും അല്ലെങ്കിൽ ഒരു ഓരോ സീനിലൊക്കെ ആയാലും ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായാലും ഓരോ സീനിലൊക്കെ ആയാലും മ്യൂസിക് കൊണ്ട് ആ ഒരു സീനിനെ ബ്ലെൻഡ് ചെയ്ത് മനോഹരമാക്കാനൊക്കെ കഴിയുന്ന ഒരു ഡയറക്ടറായിട്ടാണ് ഞാൻ സന്ദീപ് റെഡ്ഡി വാങ്കയെ മൊത്തത്തിൽ കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുള്ളത്. ഇതുപോലുള്ള ഒരു ഡയറക്ടർ, അതും സൂപ്പർ സ്റ്റാർ, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാറിനെ വെച്ചൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പെക്ടേഷൻ അങ്ങ് പീക്ക് തന്നെയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ സന്ദീപ് റെഡ്ഡി സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ അർജുൻ റെഡ്ഡിയിലായാലും ആനിമലിലൊക്കെ ആയാലും പലവരും പറഞ്ഞിട്ടുള്ള കാര്യം പുള്ളി ചെയ്യുന്ന സിനിമകളുടെയൊക്കെ ആ ഒരു പെർസ്പെക്റ്റീവ് എന്താ, പോലീസുകാരൊന്നും ഇല്ലാത്ത, ആ നാട്ടിലൊന്നും പോലീസുകാരെ ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായാലൊന്നും പോലീസൊന്നും വരത്തില്ല എന്ന്. അതിന് പരിഹാരമായിട്ടായിരിക്കാം മിക്കവാറും പുള്ളി മൂന്നാമത്തെ പടത്തിൽ നായകനെ തന്നെ പോലീസ് ആക്കിയിട്ടുള്ളത്. പോലീസ് എന്ന് പറയുമ്പോൾ അതേ പോലീസുകാർക്കൊക്കെ കുറച്ച് ദേഷ്യം ആവാം. ഇപ്പോൾ ക്യാരക്ടറൈസേഷൻ തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പുള്ളിയുടെ സിനിമകൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അർജുൻ റെഡ്ഡിയിലായാലും ആനിമലിലൊക്കെ ആയാലും ക്യാരക്ടർ എന്ന് പറയുന്നത് അത് കുറച്ച് റൂഡും കുറച്ച് എന്നാ പറയുന്നത് ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ്. നമ്മളങ്ങനെ കൂടുതലും അതുപോലുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ എപ്പോഴും നമുക്ക് ഫെമിലിയർ അല്ല. കൂടുതൽ ആൾക്കാരെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. അതാണ് സന്ദീപ് റെഡ്ഡി സിനിമകളിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നായകന്മാരിലുള്ള ഡിഫറൻസ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്ന ടൈമിൽ പ്രകാശ് രാജ് പ്രഭാസിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അവന് യൂണിഫോം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പോലീസ് യൂണിഫോം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ ഒരേ ഒരു സ്വഭാവം തന്നെയായി നിൽക്കുകയാണെന്ന്. അപ്പോൾ തന്നെ അറിയാം, ചിലപ്പോൾ ഒരു റൂഡായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കാം പുള്ളി പോലീസ് ആണെങ്കിലും അല്ലെങ്കിലും നിൽക്കുക. അതിനെയൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നെ ഇപ്പം ആദ്യം തന്നെ പറഞ്ഞു പോകാം. ഇപ്പോൾ സന്ദീപ് റെഡ്ഡി ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ചിത്രം നിങ്ങളെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തില്ല എന്നൊക്കെ തന്നെയാണ്. പ്രഭാസാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ തന്നെ ജോയിൻ ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ ഈ വരുന്ന ഒരു വീക്കിൽ തന്നെ ആരംഭിക്കുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒരു ഹൈ ഇൻറ്റൻസ് ഓഫ് ഫൈറ്റ് സീക്വൻസ് ഒക്കെയാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ അതിനൊപ്പം വന്നിട്ടുള്ള ഇന്നലെ ഈ ഒരു പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ ഉണ്ടാകുമെന്നാണ്. ലാലേട്ടനും കൂടെ ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ ലാലേട്ടൻ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നൊരു, അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഡബിൾ ബ്ലോക്ക് ബസ്റ്റർ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരേ വർഷം തന്നെ 200 കോടി സിനിമകൾ. ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന ലാലേട്ടനെ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലൂടെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ പോവില്ലോ ഒന്നും അറിയത്തില്ല. പോവുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടറിലായിരിക്കും പോകുക എന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ലാലേട്ടൻ്റെ ഇപ്പോഴുള്ള സിനിമ തിരക്കുകളൊക്കെ കാരണം ഈ ഒരു ചിത്രത്തിൽ പോകുമല്ലോ എന്നുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ഈ ഒരു ചിത്രത്തിലെ കാസ്റ്റായി വരുന്നത് ദീപ്തിയും കൂടാതെ വിവേക് ഒബ്രോയും പ്രകാശ് രാജും ഒക്കെ തന്നെയാണ്. അതിനൊപ്പം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാസ്റ്റ് എന്ന് പറയുന്നത് ഡോങ്ലിയാണ്. ഡോങ്ലി ഈ ഒരു ചിത്രത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരും തോറും ഈ ഒരു ചിത്രത്തിൻ്റെ ഹൈപ്പ് പീക്ക് വരെ എത്തുന്ന ടൈമാണ്. കാരണം ഡോങ്ലിക്ക് അത്രയും ഫാൻ ബേസ് ഉണ്ട്. ഇവിടെ തന്നെ പ്രഭാസിനെ പോലെ ഒരു ആക്ടറിൻ്റെ കൂടെ ഈ ഒരു ചിത്രത്തിൽ വില്ലനായിട്ടും കൂടെ എത്തിയ ഈ ഒരു ചിത്രത്തിൻ്റെ ഹൈപ്പ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം ആ ലെവലിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഹൈപ്പ് പോകാനുള്ള ഹൈ ചാൻസസ് ആണ് കാണുന്നത്. എങ്കിലും ഇതുവരെയായിട്ടും ഡോങ്ലി ഈ ഒരു ചിത്രത്തിൽ ഉണ്ടെന്ന് ഇതുവരെയായിട്ടും ചിത്രത്തിൻ്റെ ഡയറക്ടറോ ഈ ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്നും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ ഇതുവരെ വന്നിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യുന്ന ഡോഗ്ലി ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ഒരു സന്ദീപ് റെഡ്ഡി ചിത്രത്തിലൊക്കെ നേരത്തെ ഒക്കെ തന്നെ വില്ലന്മാരെയൊക്കെ ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുന്നതാണ്. പക്ഷേ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഇനി ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുന്നതാണോ അല്ലെങ്കിൽ പിന്നെ പറയാനാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇനി വരുന്ന അപ്ഡേറ്റുകൾ വെച്ച് ആ ഒരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കുമെന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിൽ പ്രകാശ് രാജും വിവേക് ഒബ്രോയിനെ ആയിരിക്കാം മിക്കവാറും കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏതൊക്കെ വില്ലൻ ഉണ്ടെങ്കിൽ പോലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലനായി ഡോങ്ലി ആയിട്ട് തന്നെ വരുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള വേറെ കുറച്ച് അപ്ഡേറ്റുകളും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിൽ പ്രഭാസ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു 100 ദിവസത്തിനുള്ളിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കാൻ പുള്ളി ശ്രമിക്കുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ജസ്റ്റ് ഒരു റൂമർ അപ്ഡേറ്റ് ആണ്, ഈ ഒരു ചിത്രത്തിൽ രൺബീർ കപൂറിൻ്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ടായിരിക്കുമെന്ന്.
ഒരു ക്യാമിറ റോൾ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പ്രഭാസിനൊപ്പം വരുന്ന ഒരു രൺബീർ കപൂറിനെയൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സിനിമ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇവർ തമ്മിൽ ഒരു സ്ക്രീൻ സ്പേസിൽ ഒരു ചിത്രത്തിൽ വരാൻ പോകുന്നത്. അതിലൂടെ മറ്റൊരു ഹൈപ്പൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം സന്ദീപ് റെഡ്ഡി വാങ്ങ ആനിമൽ എന്ന ചിത്രത്തിൽ രൺബീറിനെ ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ വരുമ്പോഴും ഏത് രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും തന്നെ ഉള്ളൊരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള മറ്റ് അപ്ഡേറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചിത്രത്തിന് ശേഷം അടുത്തതായി സന്ദീപ് റെഡ്ഡി വാങ്ങ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ നായകനെത്താൻ പോകുന്നത് മഹേഷ് ബാബു ആയിരിക്കുമെന്നാണ്. ആ ഒരു ചിത്രത്തിൻ്റെ തിരക്കഥ കാര്യങ്ങളിലോട്ടൊക്കെ സ്പിരിറ്റ് ചിത്രത്തിന് ശേഷമായിരിക്കും കടക്കാൻ പോകുന്നത്. അതിൻ്റെ ആ ഒരു ചിത്രം, ആ ഒരു സിനിമ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ടീം തന്നെ ഇപ്പോൾ പുള്ളിയുടെ അടുക്കൽ ഉണ്ടെന്നും ഈ ഒരു ചിത്രത്തിന് ശേഷമായിരിക്കും അതിൻ്റെ വർക്കിലോട്ടൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ചിത്രത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് പ്രഭാസ് ഒരു പോലീസ് വേഷത്തിൽ എത്താൻ പോകുന്ന ചിത്രം. കൂടാതെ തന്നെ സന്ദീപ് റെഡ്ഡി വാങ്ങ എന്ന ഒരു ഡയറക്ടറിൻ്റെ ക്യാരക്ടറൈസേഷന് വരുന്ന ഒരു ചിത്രമായിക്കോട്ടെ, പോലീസായിട്ട് വരുന്നതുകൊണ്ടൊക്കെ തന്നെ ഏത് രീതിയിലായിരിക്കാം പ്രഭാസിനെ ഈ ഒരു ചിത്രത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതിനുള്ള ഭയങ്കര രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റ് തന്നെയുണ്ട്. ഈ ഒരു ചിത്രം ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എങ്ങാനും ഇപ്പോൾ ആനിമലിന് അന്നൊരു കിട്ടിയ നല്ല റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് ആ ഒരു ചിത്രത്തിൽ അന്നുണ്ടെന്ന് പറയുന്നില്ല. കാരണം അർജുൻ റെഡ്ഡി ആ ഒരു ചിത്രമൊക്കെ സംവിധാനം ചെയ്ത് ഒരു മിനിമം ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രം 900 കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രഭാസിനെ പോലൊരു ആക്ടറാണ്. ഈ ഒരു പടത്തിനെങ്ങാനും മികച്ച അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസിലോട്ടെങ്ങാനും എത്താൻ സാധിക്കുകയാണെങ്കിൽ 1000 കോടി അല്ലെങ്കിൽ 2000 കോടിയോളം ഷുഗർ ഷോട്ട് അടിക്കാൻ പറ്റിയ ഒരു ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ കണക്കാക്കുന്നത്. ഒപ്പം ഡോങ്ലിയും കൂടെ ഉണ്ടെങ്കിൽ ഏത് ലെവൽ ഈ ഒരു ചിത്രം പോകുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡോങ്ലിയെ പോലുള്ളൊരു സ്റ്റാറിനെ ഈ ഒരു ചിത്രത്തെ വില്ലനായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് പ്രഭാസമായിട്ട് ഒരേ ഒരു സ്ക്രീനിൽ ഒരു സിനിമയെ വരുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കാം ഒരു ഔട്ട് വരിക എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും മൊത്തത്തിൽ തന്നെ ഉണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ പൂജ സ്റ്റിലൊക്കെ ഇറങ്ങിയപ്പോൾ പോലും പ്രഭാസിൻ്റെ ലുക്ക് പുറത്തു വിട്ടിട്ടില്ല. ആ ഒരു പൂജയിൽ ഉണ്ടോ ഇല്ലയോ അറിയത്തില്ല. പക്ഷേ പുള്ളിയുടെ ഒരു ഹാൻഡാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. അത് തന്നെ മതി ഒരു ഫാൻസിന് എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും ഈ കഴിഞ്ഞിടയ്ക്കായിരുന്നു പുള്ളിയുടെ ഒരു ലുക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. ലുക്ക് ഷൂട്ടിൻ്റെ ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ലുക്ക് ഇപ്പോഴേ ഒന്ന് പുറത്ത് വരണ്ടല്ലോ എന്ന് കരുതി, അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്കോ അല്ലെങ്കിൽ ആ രീതിയിൽ പുറത്ത് വന്നാൽ മതി എന്നുള്ളൊരു രീതിയിലായിരിക്കാം ഇതുവരെയായിട്ട് പുള്ളിയുടെ ലുക്കൊന്നും പുറത്ത് വിടാത്തത്. കൂടാതെ പ്രഭാസിനെ പോലൊരു സ്റ്റാറിൻ്റെ വെച്ച് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ ഹൈപ്പ് ഏറ്റവും വലുത് തന്നെയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഡയറക്ടറുള്ള സന്ദീപ് റെഡ്ഡി വാങ്ങാനെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ സിനിമകളൊക്കെ ഇപ്പോൾ അർജുൻ റെഡ്ഡി അന്ന് വലിയൊരു ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. അതിലും ലെവൽ കൂടിയിട്ടുള്ള ഒരു ചിത്രമായിട്ട് തന്നെയായിരുന്നു കബീർ സിംഗ് എന്ന ചിത്രം ഹിറ്റായിട്ടുള്ളത്. അതിലും ലെവൽ കൂടി എന്ന രീതിയിലായിരുന്നു ആനിമൽ എന്ന ചിത്രം അന്ന് പുറത്തിറങ്ങി 900 കോടി രൂപയാണ് കളക്ട് ചെയ്ത് ഹിറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ വന്ന ചിത്രങ്ങളിലും ലെവൽ കൂടിയ ഒരു ചിത്രമായിരിക്കും സ്പിരിറ്റ് എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക.